ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ നല്ലൊരു ഡേ വിഷയമാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 7:35 ആയിട്ടുണ്ട്. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റതാണ്. അപ്പോൾ സമയം നോക്കിയപ്പോൾ 7:15. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ കിടന്നുറങ്ങിയാൽ ഉറങ്ങിപ്പോകും. പിന്നെ ലേറ്റ് ആവും എഴുന്നേക്കാൻ. തോമോന് സ്കൂളിൽ പോകണം, തോമൻ ചേട്ടന് പോകണം. അങ്ങനെ അപ്പോൾ എന്താണ് ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇടിയെടുക്കൽ തുടങ്ങി. അപ്പോൾ നമുക്ക് പതുക്കെ എന്താ പറയുക വീട്ടിലോട്ട് കറങ്ങാൻ ഫ്രണ്ടിലെ ഡോറ് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തായാലും കുറച്ച് നേരം നടയിൽ ലൈറ്റ് ഇടാം കേട്ടോ. കുറച്ച് നേരം നടയിൽ ലൈറ്റ് ഇട്ട് വെക്കാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓഫാക്കാം. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അടുക്കളയിൽ വന്ന് ലൈറ്റ് ഇട്ടു പോയി എന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പാത്രത്തിലെ വെള്ളം ഒന്ന് കളയാട്ടോ. ഇനി അവരോടൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമുക്ക് വരാം. അതിന് മുമ്പ് ഞാൻ മാവെടുത്ത് പുറത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ ഇളനാടിൻ്റെ മാവാട്ടോ ഞാൻ മേടിച്ചത്. ഇളനാടിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇത് എത്ര 21 ഇഡ്ലീസ് ആൻഡ് 13 ദോശാസ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, തണുപ്പൊന്ന് പോവട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിനി ചമ്മന്തി അരിക്കൽ പരിപാടിയിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ ഇതേ ഇവിടെ ഞാൻ ചമ്മന്തി ഓൾമോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. തക്കാളി ഇടുന്നില്ല. ഇത് ദോശമാവ്, ദോശയ്ക്കുള്ള മാവാണ് കേട്ടോ. കുറച്ച് വെള്ളം മിക്സ് ചെയ്തത്. ഇത് തോമൂനും ചാക്കോച്ചനും കഴിക്കാനുള്ളതാണ്. തോമൂന് സ്കൂളിൽ കൊണ്ടുപോകാനും വേണം, ചാക്കോച്ചനും വേണം കേട്ടോ. അപ്പോൾ കുട്ടി ഇഡ്ഡലി ഉണ്ടാക്കാൻ അപ്പോൾ ഇത്രയും മതിയാവും. ഇത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം ഉണ്ടാക്കാം. കാരണം സമയം ഇപ്പോൾ 8 മണിയാവാനാണ് പോകുന്നത് കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചാക്കോ സാർ ഇറങ്ങി വരും. പിന്നെ ആകെ ജഗപൊകയായിരിക്കും. ഇപ്പോൾ ഇതേ സമയം 8:10 ഞാൻ ഇതേ പിള്ളേർക്കുള്ള ഇഡ്ഡലി വെച്ചു, കാപ്പിയൊക്കെ വെച്ചു. ദോശയ്ക്ക് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ഡോൺ ചേട്ടൻ വന്ന ദോശ ഉണ്ടാക്കി കഴിക്കാം. കാപ്പിയൊക്കെ റെഡിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. എനിക്കെന്താണെന്നറിയില്ല. ഇന്നലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കിടന്നപ്പം ആസ് യൂഷ്വൽ 1:30-2 മണിയായി. പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഈ മൂക്കടപ്പും ചുമയുള്ളതുകൊണ്ടേ നമുക്ക് ഒരു നല്ലൊരു സ്ലീപ്പ് കിട്ടണില്ല. കുറച്ചധികം ചേട്ടനായാലും ചുമച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരെ ഇറങ്ങി വരട്ടെ. ഞാനിത് കുറച്ച് നേരം സോഫയിൽ പോയി ഇരിക്കാം എന്ന് വിചാരിച്ചോട്ടെ. മുമ്പ് വേറെ പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നും തന്നെ അടുക്കളയിലില്ല. വരിക ദോശയുടെ കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി എന്താണ് അവിടെ പോയിരിക്കുക. അപ്പോഴത്തേനും അവർ വരും. അതാണ് ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേനും അവർ വരും. അതാണ് ഇതിലെ ട്വിസ്റ്റ്. അപ്പോൾ അതെ 9:30 തോമസ് സ്കൂളിൽ പോവാം. ടാറ്റ പറ. ഹായ് ഈശോയെ. സാരില്ല. അപ്പോൾ ദേ ഞങ്ങളുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ചാക്കോ ഇഡ്ഡലി കഴിച്ചോ? താങ്ക് യു, ഐ ലവ് യു. ചാക്കോ ഇഡ്ഡലി കഴിച്ചോ? ഡാഡീനെ നമുക്ക് ടി വിയിൽ പോയി കാണാം. ബാ ആ ഈശുദേ പോണു. പോവാം. ചോറ് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഡോൺ ചേട്ടൻ ഒരു ട്വിസ്റ്റ് വരുത്തി. ഉച്ചയ്ക്കും ദോശ മതി, നല്ല ദോശമാവ് കേട്ടോ. ഇന്നത്തെ ഭയങ്കര ദോശമാവ്. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഉച്ചയ്ക്ക് മീൻ കറിയും ദോശയും കഴിക്കാം. രാവിലത്തെ ചട്നിയും ഡോൺ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി കഴിച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ ചാക്കോ? ബൈ പറഞ്ഞേ. ഷിയോ ഹായ്. ഹലോ ഗുഡ് മോർണിംഗ്. സേ ഗുഡ് മോർണിംഗ്. എൻ്റെയും ഈ പറഞ്ഞ പോലെ പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പട്ടിയുടെ കൂട് ക്ലീൻ ആക്കല് അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല.
വെയിലാണ്, അല്ലെങ്കിൽ മുറ്റത്തിരുന്ന് പുല്ല് പറിക്കായിരുന്നു. പക്ഷേ ഈ ചക്കനെ കൊണ്ട് വെയിലത്ത് ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും ഇനി കുറച്ച് നേരം പോയി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവാട്ടോ. ചേട്ടന്മാർ പോയാ? ഇപ്പോൾ നമ്മുടെ കേബിള് നന്നാക്കാം ചേട്ടന്മാർ ഇന്നലെ ഇന്നുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മഴക്കാലം വരുന്നതിന് മുമ്പ് എന്തൊക്കെയോ ശരിയാണ്, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ കേബിള് പോവില്ലേ. അപ്പോൾ നമ്മുടെ സ്ഥിരം വരുന്ന ചേട്ടനാണ് കേട്ടോ, ആ ഒരു ആഷ് കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന ചേട്ടൻ. ചാക്കോ, ചേട്ടന്മാർ പോയാ? ബായ് പറഞ്ഞോ? ഷിയോ അവർ പൊക്കോളൂ കേട്ടോ. ചാക്കോ അന്വേഷിക്കാൻ പോകണ്ട കേട്ടോ. ഗേറ്റ് അടച്ചോ? അവര് ഗേറ്റ് അടച്ചോ? ലോക്ക് ചെയ്തോ? നോ ലോക്ക് ചെയ്തോ നോക്കിക്കേ. ചാക്കോ ഇനി അവര് പോവാണ്ട് ചാക്കോ പോവില്ല. വെളുത്ത ലോക്ക് ഇട്ട് വെക്ക. അവനെ നല്ല വിശ്വാസം. ബായ് പറയടാ. ബായ് പാ. ബായ് ബായ് ബായ്. പോയി. ബായ് പറപ്പിക്ക്. ബായ് തന്നോ പട്ടാ. പോയിട്ട് വേഗം വരും കേട്ടോ ചാക്കോച്ചൻ്റെ അടുത്ത് കേട്ടോ. എന്ത് പറ്റി? കുട്ടി പോവാ, കുട്ടി മുന്തിരി തിന്നായിരുന്നു. അപ്പോൾ സമയം 1 മണിയായിട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ ഫലൂഡ മിക്സ് ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഫലൂഡ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാംഗോ ഫ്ലേവേർഡ് ഫലൂഡയാണ് കേട്ടോ. മമ്മി 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഉണ്ടാക്കാമെന്ന്. എന്നോർത്ത് ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ലോൺ ചേട്ടനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. നമ്മുടെ ചാക്കോ ചേട്ടൻ്റെ അപ്പുറത്തുണ്ട്, എനിക്ക് കാണാം, നമുക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. എൻ്റെ ഇടയ്ക്ക് ലോൺ ചേട്ടൻ 2 പ്രാവശ്യം വന്നു. ഒന്ന് വണ്ടി കാർ ഇട്ടിട്ട് 2 വീലർ എടുത്തിട്ട് ടൗണിൽ പോകണമായിരുന്നു. കാരണം ബബിൾ റാപ്പ് തീർന്നു പോയി. കൊറിയർ അയക്കണമെങ്കിൽ എന്തായാലും ബബിൾ റാപ്പ് വേണമല്ലോ. അപ്പോൾ അതൊക്കെ വന്നു തന്നിട്ട് പോയിട്ടാണ്. അങ്ങനെ ഒരു 3 മണിയായപ്പം ചാക്കോച്ചനൊക്കെ ഇട്ട് ഞാൻ ഉറക്കിയിട്ട് അപ്പോഴത്തേനും കൊറിയറും കാര്യങ്ങളൊക്കെ വന്ന് അവസാനിക്കും. ഇല്ലെങ്കിൽ ഞാൻ താഴെ ബെല്ലടിച്ചാൽ അറിയില്ല മുകളിൽ നമ്മൾ റൂമിലാണെങ്കിൽ. അങ്ങനെ ഒരു 5:30 6 മണിയായപ്പോൾ ഡൗൺ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു വേഗം റെഡി ആയിക്കോ, എക്സിബിഷന് പോകാമെന്ന്. ഞാൻ ഇന്നലെ ആക്ച്വലി വരുന്നില്ല, ഡിംപിൾ വന്നിട്ട് ഞാൻ ഡിംപിളിൻ്റെ കൂടെ പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിംപിളിനെ വിളിച്ചപ്പോൾ ഡിംപിൾ പറഞ്ഞു ഇല്ല ഡിവൈൻ പൊക്കോ, എന്നെ നോക്കിയിരുന്നാൽ നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ ഒഴിഞ്ഞ് മാറാൻ ശ്രമിച്ചെങ്കിലും ഡോൺ ചേട്ടൻ സമ്മതിച്ചില്ല. അപ്പോൾ ചാക്കോച്ചൻ നമ്മൾ അക്കയുടെ അവിടെ ആക്കിയിട്ട് അവിടെ ചെന്നപ്പോൾ നമ്മുടെ ബനീഷും ഫാമിലിയും ഫുള്ളായിട്ട് വന്നപ്പോൾ ബനീഷിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നടന്ന് മടുത്തപ്പോൾ, അതായത് വൈഫുണ്ട്, വൈഫിൻ്റെ ഉമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവരോട് കുറച്ച് നേരം നിന്ന് ആക്ച്വലി ഡോൺ ചേട്ടൻ എന്നെ അവിടെ വാതിൽക്ക് ഇറക്കി വിട്ടത് ടിക്കറ്റ് എടുക്കാനാണെങ്കിലും നമ്മുടെ ബനീഷിനെ കണ്ടപ്പോൾ അതൊക്കെ ഞാൻ മറന്നിട്ട് അവരോട് നിന്ന് വർത്താനം. കാരണം നമ്മൾ കാണുന്ന ഒരു ലൊക്കേഷനിൽ നിന്നും മാറി വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഫാമിലീനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ച് നമ്മുടെ വൈബിനൊത്ത ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ തോമിനോട് കയറുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോയ്സ് ഒരെണ്ണേ വാങ്ങിക്കാവുള്ളൂ, ബാക്കിയൊക്കെ നിന്നും കിടന്നും ഒക്കെ കണ്ടോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പയും മോനും വർത്താനം പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. എന്നെ സംബന്ധിച്ച് കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ ഫെസ്റ്റ്, വനിതാ മാക്സ്, അതൊക്കെയാണ്. അപ്പോൾ തൃശ്ശൂരുകാർക്ക് പൂരം എക്സിബിഷനാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ അവിടെ ഇത്രയും സ്റ്റാളുകളൊന്നും ഉണ്ടാകാറില്ല. ഇവിടെ ഇഷ്ടം പോലെ. ഈ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ നടന്നിട്ടും തീരുന്നില്ലായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം പൂരമൊക്കെ കഴിഞ്ഞെങ്കിലും ഇനിയിപ്പോൾ ഈ ദിവസങ്ങളും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ തോമു ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഈ ഒരു കടയിൽ വരുമ്പം മിഠായികൾ ചോദിക്കും കേട്ടോ. പണ്ടത്തെ മിഠായികളൊക്കെ ചോദിക്കും.
അപ്പോൾ അപ്പയ്ക്കും മോനും ഇഷ്ടമാണ്, അത് മമ്മിക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കണ്ടു നിന്നു, അത്രേ ഉള്ളൂ. കാരണം അവർ രണ്ടുപേരുമായിട്ട് വന്നാൽ അവരുടേതായ ലോകമാണ് കേട്ടോ. കൂടുതലും അവർ അതിനെക്കുറിച്ച് സംസാരിക്കുക, വണ്ടികളെക്കുറിച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരുവിധം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരു മീനിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ കാണാൻ നിന്നില്ല. അങ്ങനെ ദേ നമ്മുടെ തോമുന റൈഡിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കയറണ്ട. ആദ്യം ഞാൻ മടി പറഞ്ഞ് നിന്നെങ്കിലും പിന്നെ അതൊന്നും നോക്കിയില്ല, പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ തന്നെയായിരുന്നു നമ്മുടെ കരിമ്പിൻ ജ്യൂസിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിതേ നടന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെ കുറേ മറ്റേ ഗോൾഡിൻ്റെ ഷോപ്പിൻ്റെ ആഡും അതും അങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ കോനിക്കരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ISROൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം മൂൺ വാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുള്ള പോലെ. എന്തായാലും ഈ പ്രാവശ്യം എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ പോയിട്ടൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം, നമുക്കും ഇഷ്ടമാവും. ഇപ്പം എനിക്കെന്താണോ അങ്ങനെ എല്ലാത്തിനോടും അങ്ങനെ ഒരു ഇഷ്ടം പൊതുവേ വളരെ കുറവാണ്. ഇനിയിപ്പം പ്രായം മുന്നോട്ട് പോകുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ചിലതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇത് ഞാൻ ആ മൂൺ വാക്കിൽ കയറുന്നത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നൊരു സംഭവമാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുണ്ട് സംഭവം. നമ്മളും ഒപ്പം മധുവിൻ്റെ ഒപ്പം പോണ പോലെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യും. ഇരിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമ്മൾ നിന്ന് കാണുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ബാലൻസ് തെറ്റുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് മൂൺ വാക്കിൻ്റെ അവിടെ വന്ന് നിങ്ങളിനി ആരെങ്കിലും പൂരം എക്സിബിഷന് പോകുന്നുണ്ടെങ്കിൽ ഇതൊരു വൺ ടൈം വാച്ച് എന്നാണെങ്കിൽ പറയാം കേട്ടോ. ഭംഗിയുണ്ട്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പം ഞാനതൊരു സ്പീഡ് മോഡിലിട്ട് കാണിക്കട്ടെ. ഇനി വിഷ്വലിന് എന്തെങ്കിലും കോപ്പിറൈറ്റും കാര്യങ്ങളും കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. സംഭവം അവിടെ നല്ല എന്താ പറയുക സൗണ്ടും മേളും ഒക്കെ ഉണ്ട്. അപ്പം എന്താ പറയുക മ്യൂസിക്കിന് ചിലപ്പം കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട, വേഗം ഒരു വോയിസ് ഓവർ കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം പിള്ളേരും അത് വളരെ അവിടെ വേറെ 2-3 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 2 ആൺപിള്ളേരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് യൂത്ത് പിള്ളേരാന്ന് തോന്നുന്നു, യൂത്താണോ എന്താണോ എന്തോ. അവരെ ഞാൻ ISROൻ്റെ അവിടെയും കണ്ടിരുന്നു. അപ്പം വളരെ വ്ളോഗ് എടുക്കുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല, അവരെല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ്. എനിക്ക് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആൾക്കാർക്ക് കാണുന്നിടത്ത് അവർ കയറി നിന്ന് വ്ളോഗ് എടുക്കുകയാണോ ഹായ് പറയാണോ അങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറ്റം പറഞ്ഞതല്ല, നമ്മളും വ്ളോഗ് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണത് മലയാളി കുട്ടികളാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. എനിക്കറിയില്ല. എനിവേ അവർ വ്ളോഗ് ചെയ്യായിരുന്നോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ISROൻ്റെ അവിടെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ഡിഫറെൻറ്റ് പൊസിഷനിൽ നിന്ന് ഫോട്ടോസ് എടുക്കുക, അത് ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന പോസിൽ നിൽക്കുക, അങ്ങനെ കുറച്ച് ഞാൻ കണ്ടു. അപ്പം ഞാനത് നോട്ട് ചെയ്താണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരുവിധം കണ്ടു കഴിഞ്ഞ് എനിക്ക് കൂടുതലും ഇഷ്ടമായത് ഒരു മൂൺ വാക്ക് തന്നെയാണ്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും. അല്ലാണ്ട് സ്റ്റോളുകൾ നമ്മൾ എല്ലാ വർഷവും കാണുന്ന സ്റ്റോളുകൾ തന്നെയാണ്. ഈ പ്രാവശ്യം എനിക്ക് തോന്നിയത് കടക്കാൻ യാതൊരുവിധ മാർഗങ്ങളും ഇല്ലായിരുന്നു. നമ്മൾ നടന്ന് മടുക്കും കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഔട്ടാകാണ്. ഇനിയിപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ പോകാം. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പെൻഡിങ് ഉണ്ട്, അത് ചെയ്ത് തീർക്കാം. അങ്ങനെ ദേ ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. ഇനിയിപ്പം അവരുടെ റണ്ണിങ് ടൈമും ചേസിങ് ടൈമും ഒക്കെ കഴിഞ്ഞു. കേറ്റാണ് അവരുതേ കഴിക്കട്ടാ. ചോട്ടു ഭക്ഷണം കഴിക്കണം കേട്ടോ. ചിന്തോ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് പറയടി. ഭക്ഷണം കഴിക്കട്ടാ. ടാറ്റാ, മമ്മി വരൂ കേട്ടോ. ഗുഡ് നൈറ്റ്. വെള്ളം വെച്ചിട്ടുണ്ടേ. അപ്പോൾ ദേ ചെടി നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡ്രസ്സുള്ളതുകൊണ്ട് എന്തായാലും മഴ പെയ്തെന്ന് പറഞ്ഞാലും കാര്യമില്ല, അകത്ത് വെള്ളം ഒഴിക്കുക തന്നെ ചെയ്യണമല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞു. അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ദേ വെള്ളം ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുകളിൽ പോയി കഴുകണം, കുളിക്കണം. അതിന് മുമ്പ് എനിക്ക് വീടൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളെ ബാക്കിയുള്ളൂ കേട്ടോ. അവർ നാളെ മോസ്റ്റ്ലി തിരിച്ച് എത്തും. നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറി അകത്തെ കാര്യങ്ങൾ നോക്കാം. അവർക്ക് വേവിച്ച് പാത്രമൊക്കെ കഴുകി വെക്കണം.
അപ്പോൾ ദേ നമ്മുടെ പുറത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പാത്രമൊക്കെ അവരുടെ ഫുഡ് വെക്കുന്ന പാത്രമാണ് കേട്ടോ, അതൊക്കെ കഴുകി വെച്ചു. ഫിൽറ്ററിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇനി പുറത്തോട്ട് ഇവിടുത്തെ പരിപാടികളും ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. വെള്ളമൊക്കെ എടുത്തു വെച്ചു, കബോർഡുകളൊക്കെ അടച്ചു. ഇന്നും വലിയ കാര്യമായിട്ട് ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെയൊക്കെ ഒതുങ്ങി കിടക്കുകയാണ്. മമ്മിയുടെ നിങ്ങൾ കണ്ട് കുറേ പേര് പറഞ്ഞു കേട്ടോ നല്ല രസമുണ്ട്, ഇഷ്ടമായി എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ദേ നമ്മൾ നടയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കടന്നു പോയിരിക്കുകയാണ്. ആകെ ടയേർഡായി, ഈ പറഞ്ഞ പോലെ നടന്ന് ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പഴുത് പോലും ഇല്ലാണ്ടായി ഇറങ്ങാനായിട്ട്. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇങ്ങനത്തെ ബാരിക്കേഡ് വെച്ച് ഫുള്ള് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പോയി ഇനി കുളിച്ച് ഒന്ന്, മുകളിൽ ഇനിയും വെള്ളം ഒഴിച്ചിട്ടില്ല, മുകളിലൊക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് ഒതുക്കിയിട്ട് അവിടുത്തെ തുണി ഇന്നലെ വിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇതുവരെ എടുത്ത് അകത്ത് വെച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും പെൻഡിങ് വരുന്നത് ഇപ്പോൾ തുണി മടക്കലാണ്. മടക്കി വെക്കും, പക്ഷെ എടുത്ത് വെക്കൽ ഭയങ്കര ലാഗാവും. അതൊന്നും എനിക്ക് റെഡിയാക്കണം. അപ്പോൾ നമുക്കിനി കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ടൗൺ ചേട്ടനും പിള്ളേരൊക്കെ ഓൾറെഡി കയറിയപ്പോൾ സമയം 10 മണി ആവാനാണ് പോകണം കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി വേഗം പോയി കിടന്നുറങ്ങണം. നല്ല ഉറക്കക്ഷീണമുണ്ട്, അപ്പോൾ ഉറങ്ങി തീർക്കണം. അപ്പോൾ നാളെ രാവിലെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മാഗിയുടെ ഒരു പുതിയതാണോ എന്നറിയില്ല, നമ്മൾ പുതുതായിട്ട് ട്രൈ ചെയ്യുന്ന സ്പൈസി ഗാർലിക് നൂഡിൽസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഡോൺ ചേട്ടൻ അതുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. തൂമോനും എന്തെങ്കിലും തട്ടിക്കൂട്ടി സ്കൂളിൽ കൊടുത്തു വിടണം. അവന് സ്കൂളിൽ പോയാലാണ് അത്ര കാര്യമായിട്ടിരുന്നുള്ള ഭക്ഷണം കഴിപ്പൊക്കെ. അപ്പോൾ അവിടെ പോകുമ്പോൾ കുറച്ച് നല്ല കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തു വിടും. അപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയ്ക്കത്തെ അവിടുത്തെ ലഞ്ച് കഴിഞ്ഞ് അവരിറങ്ങുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എനിക്കൊന്ന് ഈവനിങ് വ്ളോഗിനേക്കാളും ലെങ്ത് ഇതിന് കുറവാണ്. ഇന്ന് കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ബിസി ആയിപ്പോയി. ഇപ്പോൾ എല്ലാം അവരുടെ കാര്യം കഴിഞ്ഞു, എൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.